അവിടെ ഫുള്ള് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, ഇവിടെ ചെളി, പിന്നെ അതുപോലെ തന്നെ അവിടെ നല്ല കിട്ടിലും പച്ചപ്പുല്ല് കാണുമ്പം ഭയങ്കര രസമായിട്ടുണ്ട്. എടുത്ത് അതിൻ്റെ പുറത്തോട്ടെടുത്ത് ചാടാനൊക്കെ തോന്നുകയാണ്. എന്തായാലും ഇപ്പം ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായിട്ടുണ്ട്. നല്ല പശുവിൻ്റെ ചാണകത്തിൻ്റെ മണമൊക്കെ ഉണ്ട്. നല്ല നല്ല കാറ്റും നല്ല വെള്ളത്തിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അണക്കെട്ടിൻ്റെ അടുത്ത് നമ്മളെത്തി ഗൈസ്. നമ്മളത് കൺഫേം ആക്കി. അയ്യോ, ഇതാണ് അണക്കെട്ട്. ഒമ്പോ അപ്പർ സൈഡാണ് കേട്ടോ. അതിപ്പോൾ എങ്ങനെ പോവും? പാമ്പും പഴുതാരെ വല്ല കാണുമോ? കമ്പായിരുന്നു. ഇപ്പം പേടിക്കണ്ട, ഇങ്ങനെ പേടിക്കാതെ. അപ്പോൾ ഗൈസ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അണക്കെട്ടെന്ന് പറയുമ്പം കാണിച്ചു തരാം. അതാണ്ട് ഇതാണ് സംഭവം. എനിക്കറിയായിരുന്നു, പക്ഷേ അണക്കെട്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടെന്നേ ഉള്ളൂ. ഇങ്ങനെ കെട്ടി വെച്ചങ്ങനെ കെട്ടാണ് അണക്കെട്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. എന്തായാലും കൊള്ളാം. ഇവിടെ നിന്ന് ചിറകിടിച്ച് വെള്ളത്തിൽ വീണാൽ നല്ല രസമായിരിക്കും. ഗൈസ് നമുക്കിങ്ങനെ പയ്യെ ഇറങ്ങി ഇങ്ങോട്ട് നിന്ന് നോക്കാം അണക്കെട്ടിൻ്റെ മണ്ടയിൽ. കണ്ട് ഈ സാധനം നല്ല ചറക്കണുണ്ട്, നല്ല ചറക്കണുണ്ട്. സൂക്ഷിച്ച് കണ്ട് നടന്നില്ലെങ്കിൽ മൊത്തത്തിൽ വെള്ളത്തിൽ വീണങ്ങ് പോകും. നല്ല റബ്ബറാണോ, തെങ്ങൊക്കെ ഉണ്ട്, തെങ്ങ് റബ്ബറൊക്കെ ഉണ്ട്. അപ്പോൾ റബ്ബർ കാടാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ പിരപ്പമൻകാട് സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ ഒരു സ്ഥലം, അതായത് അണക്കെട്ടിൻ്റെ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിനി അടുത്ത പേഡി ഫീൽഡ്, അതായത് നെൽപ്പാടത്തിൻ്റെ അങ്ങോട്ട് പോവാം. അവിടെ മറ്റൊരു കുടില് പോലെ ഒരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആ കുടിലിൻ്റെ മണ്ടയിൽ കയറാം. ഞാൻ നേരത്തെ അവിടെ വന്നപ്പം അവിടെ ഒരു ഫാമിലി അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ എന്തായാലും അവർ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് അങ്ങോട്ട് പോവാം. ഗൈസ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംഗലപുരം കഴിഞ്ഞിട്ട് തോന്നയ്ക്കലും കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഒരു റൈറ്റ് സൈഡിലോട്ട് ഒരു ചെറിയൊരു ഇടവഴിയാണ്. ഗൈസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കി വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുക്കുക, പിരപ്പമൻകോട് പാഡി ഫീൽഡ് എന്ന് അടിച്ചാൽ മതി, സ്ഥലം കിട്ടും. നേരെ ലൊക്കേഷൻ ഓണാക്കുക, ഡയറക്ഷൻ അടിക്കുക, സ്റ്റാർട്ട് കൊടുക്കുക, നേരെ ഇങ്ങ് വരിക. കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ഇങ്ങനെ വൈബ് ചെയ്ത് നടക്കാം. പ്രകൃതിയായിട്ടുള്ള വൈബാണ് ഗൈസ്. ഞാൻ പറഞ്ഞ മറ്റേ ഒരു കൂട് പോലെ കെട്ടിയിരിക്കുന്ന സാധനം ഇതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞഴിഞ്ഞ് കയറാം. പിറകിൽ 2 ആൾക്കാർ നിൽക്കുകയായിരുന്നു. ഞാൻ അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ചോദിച്ച്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വന്നപ്പം ഇവിടുത്തെ വെള്ളം കേട്ടോ, ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു ഫാമിലി ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ അവർ വീഡിയോ എടുത്തോട്ടാന്ന് ചോദിച്ചപ്പോൾ അവർ ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഗൈസ് ഈ സാധനത്തിന് മണ്ടേ കയറി നിന്നിട്ടുള്ള ഇവിടുത്തെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല വൈബായിട്ടുണ്ട്. ഈ ഇരിക്കണത് അപ്പോൾ മാമ ഈ ഏർമാടത്തിനെ പറ്റി അതുപോലെ തന്നെ ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ ഒന്ന് എന്തെങ്കിലും ചെറുതായിട്ട്. ഈ ഏല 20 വർഷമായി ഇതിൻ്റെ 4 കൃഷി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ 1 വർഷമായി നമ്മൾ ഭരണസമിതി ഏറ്റെടുത്തിട്ട് രണ്ടാമത്തെ പൂ കൃഷി കഴിഞ്ഞു. ഇതിപ്പോൾ 3ാമത്തെ പൂ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കൃഷിക്ക് സഹായകമായിട്ട് വേണ്ടിയാണ് നമ്മൾ ഈ ഏർമാടം പണിതത്. ഈ ഏർമാടം വഴി നമ്മൾ ഏല ഈ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഏലയായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഏലയിൽ ഒന്നാണ് ഇത്. കഴിഞ്ഞ ഇവിടെ ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്ന കൂടുതലും ഉമയാണ്, ശ്രേയയും ഉണ്ട്. ഉമ വിത്ത് നമ്മൾ പാകും, ധാരാളം വിത്ത്, ഉണക്കിയ വിത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഊറ്റി വെച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഒന്നുകൂടെ മറുകി വെച്ച് അതിൻ്റെ പിറ്റേ ആകുമ്പോൾ കുരുപ്പെടുക്കും, നാമ്പെടുക്കും, വിത്ത് പിടിക്കും. ആ വിത്തിനെ കൊണ്ടുവന്ന് വയലിൽ കൂട്ടി കടുമ്പെടുത്ത് അതിൽ പാകും. ആ പാകിയ ഞാറ് 30 ദിവസം കഴിയുമ്പോൾ വലിച്ച് കൊണ്ടുവന്ന് വയലിൽ നടും. അങ്ങനെയാണ് ഞാറാക്കി. അപ്പോൾ അവിടെയൊക്കെ പാകിയിരിക്കുന്ന ഞാറ് വളർന്ന് 30 ദിവസം ആകുമ്പോൾ വലിച്ച് നമ്മൾ വയലൊരുക്കി വയലിൽ കൊണ്ടുവന്ന് നടും. കഴിഞ്ഞ് അത് വളം ഇട്ടിട്ട് പിന്നെ അതിനെ കളയെ പറിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 90 ദിവസമാകുമ്പോൾ പാകിയ അന്ന് മുതൽ 90 ദിവസമാകുമ്പോഴത്തേക്ക് ഇത് കതിരാവും. പിന്നെ 30 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്കത് കൊയ്യാം. 120 ദിവസമായിരിക്കും അതിൻ്റെ മൂപ്പ്. നമ്മളിങ്ങനെ പിരപ്പമൻകോട് വന്ന് ഇവിടെ വയലിലാണ് ഇപ്പം ഞാൻ നിൽക്കണം. അപ്പോൾ പിറകിലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ കയറി ഇരുന്നപ്പോൾ 2 മാമാരെ പരിചയപ്പെട്ട് അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ വ്ളോഗിൽ ആഡാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ പുതിയൊരു സ്ഥലം അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വിത്തും കാര്യങ്ങളൊക്കെ നട്ട് തുടങ്ങിയ സമയമാണ്. അപ്പോൾ കുറച്ച് ഒരു 1-2 മാസം കൂടെ കഴിയുമ്പോൾ വിളവെടുക്കുന്ന സമയമാവും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടില്ല, നല്ല ഗോൾഡ് കളറിൽ നിൽക്കുക എന്നൊക്കെയാണ് ആ മാമൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക, വിസിറ്റ് ചെയ്യുക. നല്ല കിടിലൊരു വൈബാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തും വരണം. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്ക് എന്തായാലും അടുത്ത കിടിലൊരു വ്ളോഗിൽ കിടിലൊരു സ്ഥലമായിട്ട് കാണാം. ബൈ.